എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ് കേട്ടോ. സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് നല്ല ക്രീമി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇതുപോലെ 250 ml പാലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അളവ് കപ്പിൽ ഇതുപോലെ ഒരു കപ്പ് അളവിൽ 250 ml പാൽ ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളകി കൊടുത്ത് പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. അരക്കപ്പിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ കുറവുണ്ട്. അപ്പോൾ ഒരു പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ആ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കി വരണം. അപ്പം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പഞ്ചസാര ഇതുപോലെ ഒന്ന് ഉരുക്കി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിരുന്നൊന്ന് ചൂടാറട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നല്ല പഴുത്ത ഒരു മാമ്പഴമാണ്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നമ്മൾ അളവ് കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ മാങ്ങ കട്ട് ചെയ്തതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പമുള്ള മാങ്ങ ആണെങ്കിൽ ഒരു മാങ്ങ മതി. അപ്പോൾ ഈ ഒരു മാങ്ങ നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന ഒരു പാലിൻ്റെ ചൂട് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി വേണ്ടത് ഏകദേശം ഒരു 1/2 കപ്പ് തന്നെ പാൽപ്പൊടിയാണ് കേട്ടോ. 125 ml കപ്പാണിത്. അപ്പോൾ ഒരു 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം അല്ല, ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ നമുക്കിത് കിട്ടും. ഇതിന് നമുക്ക് മറ്റൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം കേട്ടോ, മുഴുവനായിട്ടല്ല, ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മാമ്പഴം ഇല്ലേ, ആ ഒരു മാമ്പഴവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഒരു മാമ്പഴവും ചേർത്ത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇത് രണ്ടും നമുക്ക് ഇതുപോലെ അടച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് സെറ്റായി കിട്ടുന്നതിന് വരെ കേട്ടോ, ഫുള്ളായിട്ട് അങ്ങ് സെറ്റ് ആകുന്നതിന് വരെയല്ല, അത്യാവശ്യം ഇത് നല്ലൊരു ഉറച്ചൊരു പരുവം കിട്ടുന്നതിന് വരെ നമ്മളിത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് എടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഇത് അത്യാവശ്യം ഒന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു കട്ട് ചെയ്ത മാമ്പഴത്തിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് ആ ഒരു മാമ്പഴം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് അങ്ങ് കുത്തിയിളക്കി അങ്ങ് മിക്സ് ചെയ്യേണ്ട, അത്യാവശ്യം ആ ഒരു മാമ്പഴം ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ല, ഇതും നന്നായിട്ട് നമുക്കൊന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഓരോ സ്പൂൺ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അവിടെ ഇവിടെയായിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു മുകൾ ഭാഗം മാത്രം 2 ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അവിടെ ഇവിടെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമ്മളൊന്ന് ലെവലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാണാനും കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും. കഴിക്കുന്ന സമയത്ത് ഒരു നട്ട്സും കൂടെ കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ഒരു നട്ട്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഓരോരുത്തരെയും ഫ്രിഡ്ജിൻ്റെ ഒരു കൂളിംഗ് അനുസരിച്ച് അത് നന്നായിട്ട് ഉറച്ച് വരുന്ന ഒരു സമയത്തിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെച്ച് ഇത് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. കഴിക്കാനും നല്ല സൂപ്പറാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. ഇത് കണ്ടില്ല, നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഇതുപോലെ നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, സിമ്പിളുമാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്
നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.